നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ഓർഡേഴ്സ് കണ്ടാലോ. ആദ്യം തന്നെ ദ സാരി റോൾ ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാരി ജയലക്ഷ്മി എന്നാണ്, ഏകദേശം ഒരു 14,000 സംതിങ് ആണ് ഈ ഒരു സാരിക്ക് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫോൾഡിങ്സ് തന്നെ ഈ ഒരു സാരിയിലുണ്ട്. ഈ ഒരു സാരിയിൽ ഇതേ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കിത് ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയാം, കാരണം കട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ ഇങ്ങനെ തന്നെ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കാണുമ്പം നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫോട്ടോസിലൊക്കെ ഭയങ്കര വിസിബിൾ ആയിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സാരീസ് വാങ്ങാതിരിക്കാന്നേ. എൻ്റെ ഒരു ചെറിയൊരു കണ്ടുപിടുത്തം പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡബിൾ ഷെയ്ഡഡ് സാരിയിലാണെങ്കിൽ കൂടുതൽ ഫോൾഡിങ് മാർക്സ് ഉള്ളതും അത് അത്ര പെട്ടെന്ന് പോവാത്തതുമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബട്ട് ഇങ്ങനത്തെ നോർമലായിട്ടുള്ള വൺ കളർ സാരീസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൾഡിങ് മാർക്സ് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സാരി റോൾ ചെയ്യാനല്ല, ഈ ഒരു സാരിയിൽ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് ആഡ് ചെയ്യാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സാരി മാത്രമല്ല റോൾ ചെയ്യാനുണ്ടായിരുന്നത്, വേറെ 2 സാരിയും കൂടെ റോൾ ചെയ്യാനുണ്ടായിരുന്നു. ഇത് എൻ്റെ പണിയാണ്, ബോക്സ് സ്പ്ലിറ്റിങ്. അത് ഞാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ റോൾ ചെയ്യാണ്. അപ്പം കുറച്ചമ്മ റോൾ ചെയ്ത് ബാക്കി ഞാൻ റോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കാരണം കുറേ ഞാൻ റോൾ ചെയ്തിട്ട് അപ്പം എനിക്ക് റോൾ ചെയ്യാനൊരു ബൂതി. നമ്മൾ റോളൊക്കെ ചെയ്ത് മാറ്റി വെച്ച് നമുക്ക് ടോട്ടൽ 3 സാരീസ് ആയിരുന്നു റോൾ ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അതപ്പം ഒന്ന് ബോക്സ് പ്ലേറ്റ്. ഇതേപോലെ സർവീസ് വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്